നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് വള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്തൊക്കെയാണ്, കറണ്ട് ട്രെൻഡ് എന്താണ്. ഇപ്പോൾ നിഫ്റ്റിയിലും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഈ ഒരു ട്രെൻഡ്, കറണ്ട് ട്രെൻഡ് പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ്. ഹയർ ലെവലിലേക്ക് പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ലെവലുകളില്ല. നമ്മൾ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നൽകിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മുകളിൽ ബൈര ഓപ്പർച്യൂണിറ്റി എടുത്താൽ കൃത്യമായിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാമെന്നും റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലും നൽകിയിരുന്നു. അതിന് താഴെ, സപ്പോർട്ടിന് താഴെ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകാനായിട്ട് സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലായാലും പുതിയൊരു ഹൈ രജിസ്റ്റർ ചെയ്തിരുന്നു. 19,991 നിഫ്റ്റിയുടെ ഹൈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 19,991 ഹൈ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ തന്നെ മാർക്കറ്റിൽ വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് എന്താണ്, കറണ്ട് ട്രെൻഡ് എന്താണ്, കറണ്ട് സെന്റിമെന്റിൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. കറണ്ട് സെന്റിമെന്റിൽ സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ്. ഈ ഒരു ട്രെൻഡിനെ കുറിച്ച് സൂചിപ്പിച്ചത് ഇത് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് ആണ് സാധിക്കുകയുള്ളൂ. 19,500, 600 ആ റേഞ്ചിന് ഇടയിലാണ് ഇനി നല്ലൊരു സപ്പോർട്ട് വരുന്നത് നിഫ്റ്റിയിലായാലും. അപ്പോൾ ആ ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്നായാലും നിഫ്റ്റിക്കൊരു ബൗൺസിന് ശ്രമിക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവൽ എത്തുന്ന ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് അലേർട്ട് ആവുക, ഷോർട്ട് സെല്ലേഴ്സ് ഒന്ന് അലേർട്ട് ആവുക. അപ്പോൾ ഇതിന് താഴത്തേക്കും നിലനിർത്തിയാലാണ് നിഫ്റ്റിക്ക് ഒരു വീക്ക്നെസ് ട്രെൻഡ്, ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു സാധ്യത നിഫ്റ്റിയിലായാലും കാണുന്നത്. എന്നിരുന്നാലും വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. കൃത്യമായിട്ടൊരു ട്രെൻഡ്, എങ്ങനെ ട്രെൻഡിൽ ഉണ്ടാകാൻ ട്രേഡ് ചെയ്യാം, കൃത്യമായിട്ടുള്ള ലെവൽസുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസത്തിലായാലും ഇൻട്രാഡേയിൽ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. ഇപ്പോൾ നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസത്തിലായാലും ഓപ്പൺ ചെയ്തിരിക്കുന്നത് വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ലെവലിലായിരുന്നു. അതായത് 19,760 നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ ഒരു കാരണവശാലും ഒരു ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഏരിയ അല്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ആ ഒരു ബൗൺസ് വന്നിരുന്നത്. ചെറിയൊരു ടൈം ഫ്രെയിമിൽ തന്നെ അടുത്തൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ബൈയിലേക്ക് കടന്നെങ്കിലും അതിനുശേഷമായാലും നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് 19,830 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാനിൽ തന്നെയാണ് നിഫ്റ്റിയുടെ ആ ഒരു സപ്പോർട്ടായിട്ട് നിലനിർത്തിയിരുന്നത്. ഈ ഒരു ക്യാൻഡലിന്റെ താഴത്തേക്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്തതോടുകൂടി നിഫ്റ്റിയിലും ആ ഒരു സെന്റിമെന്റ്, ആ ഒരു മുകളിലേക്കുള്ളൊരു സെന്റിമെന്റ് അവസാനിച്ചു. സൈഡ് വൈസ് ഒരു മൂവ്മെന്റ് ആയിരുന്നെങ്കിലും നെഗറ്റീവ് തന്നെയായിരുന്നു, ട്രെൻഡ് നെഗറ്റീവ് തന്നെയായിരുന്നു. ഇതിലൊരു മുകളിലേക്കായാലും നിഫ്റ്റിക്കായാലും സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ നിഫ്റ്റിയിലും സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് എങ്ങനെയാണ് എക്സാക്റ്റ് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരുപാട് വീഡിയോസ് നൽകിയിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നൽകുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു എൻട്രി എടുക്കാനും കൃത്യമായിട്ട് ട്രെൻഡ് നിലനിൽക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ നിഫ്റ്റിയിലും ക്ലോസ് ചെയ്തിരിക്കുന്നത് 19,745 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റിയിലും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിഫ്റ്റിയിൽ പൊസിഷൻ വ്യൂ എന്ന് പറയുമ്പോൾ നിഫ്റ്റിയിലും 19,500, 600 ഇപ്പോൾ ഹയർ ലെവലിൽ നിന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കി വന്നാലും വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് ഡേയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു സമയത്ത് സപ്പോർട്ടിലാണോ അതോ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണോ അതോ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണോ, അതിനനുസരിച്ചായിരിക്കണം ഇൻട്രാഡേയിലെ ആദ്യത്തെ ഒരു ട്രേഡിന്റെ ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ വരും ദിവസങ്ങളിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ മാനേജ് ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കുക. നിഫ്റ്റിയിലും വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വരുമ്പോഴായാലും നിഫ്റ്റിയിലും മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ചാണ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. റെസിസ്റ്റൻസിന് മുകളിലേക്ക്, റൈറ്റ് റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ്, അതായത് റൈറ്റ് സപ്പോർട്ട് ചെയ്യുന്ന റൈറ്റ് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിൽ സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായിരുന്നു സ്ട്രോങ് ആയിട്ട് ആ റെസിസ്റ്റൻസ് ലെവലുകൾ കാണുന്നത് 19,600, 500 ആ ഒരു റേഞ്ചിലാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും
നിഫ്റ്റിക്കയിലും റെസിസ്റ്റൻസ് വരുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത് 19,780 അപ്പോൾ 750 ഒരു മുകളിൽ ഈ ഒരു ലെവലാണ് ഞാൻ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. 750 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നിഫ്റ്റി ചെറിയൊരു ടൈം ഫ്രെയിമിൽ ബൈർ ഓപ്പർച്യൂണിറ്റി, ഏറ്റവും മിനിമം ഒരു 5 മിനിറ്റിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ അടുത്ത റെസിസ്റ്റൻസ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. 19,830 റെസിസ്റ്റൻസ് ആണ്. ഞാൻ ഈ ഒരു ലെവലാണ്, ഈ ലെവലിന്റെ തൊട്ട് മുകളിലാണ് ഞാൻ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 830 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താലാണ് ഇനി അടുത്തൊരു ബൈ സിഗ്നൽ വരുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 830 മുകളിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ചെറിയ ടൈം ഫ്രെയിം ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 800 ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, 830 താഴെയാണെങ്കിൽ ഷോർട്ട്സ് തന്നെയാണ് സാധ്യത. 780 താഴോട്ട് സപ്പോർട്ടായിട്ട് നിലനിൽക്കും. 780 താഴോട്ട് ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. 780 താഴെയുള്ള ഓപ്പണിംഗ് ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഫ്ലാറ്റ് ഓപ്പണിംഗോ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയാലും 780 താഴെ വീക്ക്നെസ് ആണ്. ചെറിയ ടൈം ഫ്രെയിം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകുക. ലോവർ ലെവലിൽ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് ഇപ്പോൾ ഈ ഒരു ലെവൽ 780 തൊട്ട് താഴെ തന്നെ 740 ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഈ റേഞ്ചിൽ 700 സപ്പോർട്ടാണ്. തൊട്ടടുത്ത് തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസുകളുണ്ട്. അപ്പോൾ 780 അടുത്ത് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 740 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ വീക്ക്നെസ് തന്നെയാണ്, ഷോർട്ട്സ് തന്നെയാണ് സാധ്യത. 700 അടുത്ത് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലും ആ ഒരു സപ്പോർട്ട് നിലനിൽക്കാമോ എന്ന് നോക്കുക. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുമെങ്കിൽ നിഫ്റ്റിയിലും വീണ്ടും ഈ അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. എന്നാലാണ് ആ ഒരു സപ്പോർട്ടിന്റെ ഒരു സ്ട്രെങ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 19,700 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ഷോർട്ട്സ് തന്നെയാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത സപ്പോർട്ട് 19,650 സപ്പോർട്ടാണ്. 19,620 സപ്പോർട്ടാണ്. 19,650 താഴത്തേക്ക് വന്നാലും 650 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് ബൈക്ക് ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്. അതുപോലെ തന്നെ 19,650 താഴെ 620 സപ്പോർട്ടാണ്. 620 ഹോൾഡ് ചെയ്തുകൊണ്ട് 650 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബൈയുടെ ഒരു സെന്റിമെന്റാണ്. ഇൻ കേസ് 620 താഴത്തേക്ക് പോയാലും നിഫ്റ്റിയുടെ ലോവർ ലെവൽ ശ്രദ്ധിക്കേണ്ട 620 600 താഴത്തേക്ക് പോയാലും 620 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നല്ലൊരു ബൈ സെന്റിമെന്റ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ലോവർ ലെവലിൽ നല്ലൊരു സപ്പോർട്ട് 19,600 ആ റേഞ്ചിന്റെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിലായിരിക്കും നമ്മൾ വരും ദിവസങ്ങളിൽ ഈ ഒരു ലെവലിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു അപ്ഡേറ്റ് നൽകുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഇത്ര ലെവൽ ഫോളോ ചെയ്താൽ കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നിങ്ങൾക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. വരും ദിവസം അപ്ഡേറ്റ്, വരും ദിവസം ഒരു മാർക്കറ്റ് ക്ലോസിങ് അതിലേക്ക് ഡിപ്പെൻഡ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ട്രെൻഡ് നൽകുന്നതായിരിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ ആഴ്ചയിലായാലും ആ ഒരു പോസിറ്റീവ് സിഗ്നൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഹൈ 46,369 ആണ് ബാങ്ക് നിഫ്റ്റി ഒരു ഹൈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ മാനേജ് ചെയ്യാം. ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ് നോക്കുക. കഴിഞ്ഞ ദിവസമായാലും ആ ഒരു വലിയൊരു മൂവ്മെന്റ് വരുന്നൊരു സമയത്തായാലും നമുക്കൊരു ബാങ്ക് നിഫ്റ്റിയിലായാലും വലിയൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായാലും എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സപ്പോർട്ട് പ്രഡിക്റ്റ് നടത്തിയിരുന്നു. 45,450 സപ്പോർട്ട്. നമ്മളെപ്പോഴും പറയുന്നതാണ്, എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, സപ്പോർട്ട് ലെവലിൽ നിന്ന് ഒരു കാരണവശാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ബൈക്കാണ് കൂടുതൽ സാധ്യത. 45,450 ഹോൾഡ് ചെയ്തുകൊണ്ട് 45,550 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈസിന്റെ ഉള്ളിലാണ് ഒരു കാരണവശാലും ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ്, വലിയൊരു മൂവ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിൽ നിന്നായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു നിഫ്റ്റിയിലായാലും നമ്മൾ എക്സ്പയറി ഡേയുടെ അന്ന് ആ ഒരു വലിയൊരു മൂവ്മെന്റ് നടത്തുന്ന ഒരു സമയത്തായാലും 19,760 നമ്മൾ നൽകിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് നിഫ്റ്റിയിലും ബൗൺസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല രാവിലത്തെ ഒരു സെക്ഷനിലായാലും നമ്മൾ 19,830 റെസിസ്റ്റൻസ് നൽകിയിരുന്നു. 830 റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണ് നിഫ്റ്റിയിലെ ഷോർട്ട്സ് എല്ലാം ആക്റ്റീവ് ആയിരുന്നത്. അതിനുശേഷം റൈറ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യുകയും 19,830 റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയും അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് നമ്മൾ ഹയർ ലെവലിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഹയർ ലെവലിലേക്ക് പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ലെവലില്ല. അപ്പോൾ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ലെവലില്ല എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഹൈലി റിസ്ക്കിയാണ്. കാരണം ആ ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നാലും അത് ആക്റ്റീവ് ആവില്ല, അത് വർക്കൗട്ട് ആവാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു റെസിസ്റ്റൻസുകൾ നമ്മൾ നൽകാത്തത്. അതുപോലെ തന്നെ ചില ഏരിയകളിൽ നമ്മളൊരു സപ്പോർട്ടും നമ്മൾ നൽകില്ല. കാരണം ആ ഒരു ഏരിയയിൽ നമുക്കൊരു ട്രേഡിങ് എടുക്കുന്നത്
ട്രെൻഡിന്റെ അഗേൻസ്റ്റ് ട്രേഡ് എടുക്കുന്നത് ഹൈലി റിസ്കി സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇൻട്രാഡേയിൽ എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ഇൻട്രാഡേയിൽ സപ്പോർട്ട് കാണുന്നത് 46,000 സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്ത ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 46,000 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഉടനെ എക്സിറ്റ് ചെയ്യുക. അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 45,650 750 45,650 ഹോൾഡ് ചെയ്തുകൊണ്ട് 750 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ആ ഒരു ബൈ സെന്റിമെന്റ് ലോവർ ലെവൽ സപ്പോർട്ട് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇപ്പം നിഫ്റ്റിയെ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ് 45,650 750 റേഞ്ച്. ആ റേഞ്ച് എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. ഒരു ദിവസത്തെ ഒരു ക്ലോസിംഗ് അനുസരിച്ചാണ് നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാൽ ഈ ഒരു ലെവലിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ലെവലിൽ സപ്പോർട്ടിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ സാധ്യത വരുന്നത്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും 47,750 ബ്രേക്ക് ചെയ്ത് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 650 സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ 750 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യും. അപ്പോഴാണ് നമുക്ക് ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്യുന്ന 46,000 മുകളിലാണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത റെസിസ്റ്റൻസ് 46,170 ആണ്. 170 200 റേഞ്ച് ആയിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇൻ കേസ് 46,170 മുകളിലേക്ക് പോയാലും 200 റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് വീണ്ടും 46,170 ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിൻ്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സ് തന്നെയാണ് സാധ്യത. ബൈക്ക് 200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം 46,000 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് നോക്കുക. 46,000 ബ്രേക്ക് ചെയ്താൽ ബാങ്ക് നിഫ്റ്റി കൂടുതൽ വീക്ക്നെസ് ആണ്. ഇപ്പോൾ ഫിൻ നിഫ്റ്റിയിലായാലും ലോവർ ലെവല് നല്ലൊരു സപ്പോർട്ട് കാണുന്നത് 20,300 420 അടുത്ത് ആണ് ഫിൻ നിഫ്റ്റിയിലായാലും ഒരു സപ്പോർട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഹയർ ലെവലിലേക്ക് ആയാലും 20,570 ആണ് റെസിസ്റ്റൻസ് കാണുന്നത്. അപ്പോൾ 20,570, അതുപോലെ തന്നെ തൊട്ട് താഴെ സപ്പോർട്ടായിട്ട് 20,500. അപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക, ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയോ ബൈരോ ഓപ്പർച്യൂണിറ്റിക്കായിട്ട്. അപ്പോൾ 20,570 ബ്രേക്ക് ചെയ്ത ബൈരോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഈ ഹൈ റെസിസ്റ്റൻസ് ആണ്. ഈ ഹൈയുടെ മുകളിലേക്ക് ഇനി ബ്രേക്ക് ചെയ്താലാണ് അടുത്തൊരു ഫർദർ ഓപ്പർച്യൂണിറ്റി കാണുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലാണെങ്കിൽ ബൈരോ ഓപ്പർച്യൂണിറ്റി ചെറിയൊരു ടൈം ഫ്രെയിമിൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സേഫ് ആണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിൻ്റെ താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 500 കൂടി വെയിറ്റ് ചെയ്താൽ വീക്ക്നെസ് ആണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 20,500 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ വീക്ക്നെസ് ആണ്. 20,300 420 നല്ലൊരു സപ്പോർട്ട് റേഞ്ച് ആണ്. 20,300 ഹോൾഡ് ചെയ്തുകൊണ്ട് 420 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഫിൻ നിഫ്റ്റിക്ക് ആ ഒരു സ്ട്രെങ്ത് ഫിൻ നിഫ്റ്റിയിൽ കാണുന്നുള്ളൂ. അപ്പോൾ നിഫ്റ്റിയിലും ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പറയുന്ന ഒരു കാര്യങ്ങളായാലും നിഫ്റ്റിയിലായാലും എക്സാക്റ്റ് ആയിട്ട് അത് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 70-80 സമയങ്ങളിലും എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ആവശ്യമില്ലാതെ തന്നെ കൃത്യമായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് സാധിക്കും. അതുപോലെ തന്നെ നമ്മളതിൽ നിഫ്റ്റിയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നിഫ്റ്റിയിൽ ഈ ഒരു മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആയാലും ഇപ്പോൾ 2 ദിവസം എടുത്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയാലും കഴിഞ്ഞ ദിവസത്തിലായാലും ഒറ്റ ദിവസം കൊണ്ടാണ് വലിയൊരു മൂവ്മെന്റ് ആണ് മുകളിലേക്ക് വന്നിരുന്നത്. പക്ഷേ ഗ്യാപ് ഡൗൺ ഓപ്പൺ വന്നു. അതിനുശേഷം ജസ്റ്റ് ഒരു സിംഗിൾ ഡേ കൊണ്ട് തന്നെ ആ 2 ദിവസത്തെ ഒരു മൂവ്മെന്റ് നിഫ്റ്റിക്ക് ആയാലും താഴത്തേക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സൂചിപ്പിക്കാറുള്ളതാണ്. നിഫ്റ്റി ആയാലും എത്ര മുകളിലേക്ക് പോയാലും താഴത്തേക്ക് ഒരു ഫാള് വരുമ്പോൾ നിഫ്റ്റിയിലായാലും എത്ര ദിവസത്തെ ഒരു മൂവ്മെന്റ് ആയാലും താഴത്തേക്ക് ആ ഒരു മൂവ്മെന്റ് ഫെയിലിയർ ആകാനായിട്ട് അധികം സമയം വേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിൽ നിലനിൽക്കുന്നത് മാർക്കറ്റിൽ കൃത്യമായിട്ടുള്ള ട്രെൻഡിലും നമുക്കൊരു പ്രോഫിറ്റിലും നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയർ കമന്റിലും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.